ഹലോ, നമുക്കൊരു ചോളം റാഗി എന്നിവ കൊണ്ട് ഒരു അടിപൊളി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ എന്നെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആഗി മാൽദീവ്സിലെ ടീച്ചറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. സോ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഹോളിഡേ ആയിരുന്നു. അപ്പം നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു റെസിപ്പി തന്നെ പരീക്ഷിച്ചേക്കാം എന്ന് കരുതി. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് ആദ്യമായി നമുക്ക് കുക്കർ എടുത്ത് വെക്കുക. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക. കടുകിടാന്ന് കടുക് പൊട്ടുമ്പോഴത്തേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കുക. ആവി കയറി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിടാം. ഈ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കറികൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് നന്നാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ ചോളവും പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം തന്നെ വെന്ത് വരും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഓവറായിട്ട് വെള്ളം ഇപ്പോഴേ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് റാഗിപ്പൊടി എടുത്ത് റാഗിയിലേക്ക് 3 സ്പൂൺ റാഗിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ട പിടിക്കാതെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ വെന്ത് സെറ്റായിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയും ചിക്കൻ മിക്സിലേക്ക് നമുക്ക് ഇനി നമ്മുടെ റാഗിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റാഗിയും കൂടെ ആഡ് ചെയ്ത് വെള്ളം നന്നായി നീട്ടിയ സൂപ്പാണ് ഇഷ്ടമെങ്കിൽ നന്നായി നീട്ടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആ ഒരു ടെക്സ്ചർ നല്ല ഗ്ലേസിങ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി. ഇത് ചിക്കൻ ചോളം സൂപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. ഉണ്ടാക്കി വെച്ച 2-3 നേരത്തേക്ക് തന്നെയൊക്കെ നിൽക്കുന്നവർക്ക് പയറ്റി നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. സോ ഇഷ്ടമായവർ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഹൗ വാസ് ഇറ്റ്.